ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയ്ക്കും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും പറ്റിയിട്ടുള്ള നല്ലൊരു ടൈം ടേബിളാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഞാൻ ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ടൈം ടേബിൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളുടെ ടൈം ടേബിൾ പ്രകാരം നമ്മൾ 5 മണിക്കാണ് നമ്മൾ രാവിലത്തെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 5 മണിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 4:45 നമ്മൾ എണീച്ചിരിക്കണം. കാരണം നമുക്ക് രാവിലെ എണീറ്റതും ഒരു ഉറക്കത്തിൻ്റെ ഒരു ചടവുണ്ടാവും. അത് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റോളം നമുക്ക് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ടൈം വേണം. സോ നമ്മൾ 5 മണിക്ക് എഴുന്നേൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5:15 അല്ലെങ്കിൽ ഒരു 5:30 എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഒരു അരമണിക്കൂർ അങ്ങ് പോയി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രാവിലെ ഒരു 4:45 ആകുമ്പോൾ നമ്മൾ എഴുന്നേൽക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 5 മുതൽ 7 വരെ നമ്മൾ കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. കറണ്ട് അഫയേഴ്സ് രാവിലെ നോക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ബോറായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ രാവിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞ് 7 to 9 എന്ന് പറയുന്നത് നമ്മളുടെ ഹൗസിലെ വർക്ക് എന്ന് പറയുമ്പോൾ ഈ ടൈം ടേബിൾ മെയിനായിട്ടും നമ്മളുടെ ഈ മാരീഡ് ആയിട്ടുള്ള വുമൻസ് അതുപോലെ തന്നെ വീട്ടിലിരുന്ന് പഠിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹൗസ് വർക്ക്, അതായത് വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ളതാണ് രാവിലെ 7 to 9 എന്ന് പറയുന്നത്. സോ അതില്ല, നിങ്ങൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് വർക്ക് എന്നുള്ളത് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നോക്കി പഠിക്കാവുന്നതാണ്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 to 11 എന്ന് പറയുന്നത് SCERT ആണ്. SCERT അപ്പോൾ SCERT എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. സോ SCERTക്ക് ഒരു 2 hours കൊടുത്തിട്ട് ഡെയിലി പഠിക്കണം. പിന്നെ 11 to 1 എന്ന് പറയുന്നത് GK അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അതുപോലെ 1 to 2 എന്ന് പറയുന്നത് ലഞ്ച് ടൈമാണ്, നമുക്ക് ചെറിയൊരു ബ്രേക്ക് വേണം. സോ അതുകൊണ്ട് തന്നെ 1 to 2 എന്ന് പറയുന്നത് ലഞ്ച് ടൈമാണ്. 2 to 4 എന്ന് പറയുന്നത് മാത്സ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉച്ച നേരത്ത് മാത്സിന് കൊടുത്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ വല്ലതും വായിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സോ ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നൊരു ടൈമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എഴുതിയോ ചെയ്തോ പഠിക്കുന്നൊരു സബ്ജക്റ്റോ അല്ലെങ്കിൽ നമ്മൾ നോട്ട്സ് വല്ലതും എഴുതാനോ ആയിട്ടോ ഈ ഉച്ചനേരം ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ അതുകൊണ്ടാണ് 2 to 4 എന്ന് പറയുന്നത് മാത്സ് എന്ന് പറയുന്നത്. പിന്നെ 4 to 5 എന്ന് പറയുന്നത് ടീ ടൈം ആണ്. 5 to 7 എന്ന് പറയുന്നത് വീണ്ടും GK എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പഠിക്കാം, സയൻസോ അല്ലെങ്കിൽ വേറെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതുപോലെ 7 to 8 എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. 8 to 8:30 എന്ന് പറയുന്നത് ഡിന്നർ ടൈമാണ്. 8:30 to 9:30 എന്ന് പറയുന്നത് മലയാളമാണ്. 9:30 to 11 എന്ന് പറയുന്നത് റിവിഷനാണ്. സോ എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല, നമുക്ക് റിവിഷൻ എന്നത് പറഞ്ഞത് കറക്റ്റായിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിച്ചത് മുഴുവൻ വേസ്റ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ റിവിഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. അന്നത്തെ ദിവസം പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ 9:30 to 11 ഇടയിൽ റിവിഷൻ ചെയ്യുക. പെൻഡിങ് ഒന്നും വെക്കാതെ പഠിക്കുക, കറക്റ്റായിട്ട് റിവൈസ് ചെയ്ത് പോകാനായിട്ട് നോക്കുക. സോ BSc പോലുള്ള എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വേണ്ടൊരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. സോ കൺസിസ്റ്റൻസി ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മൾ പഠിച്ചത് മുഴുവൻ വേസ്റ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ തുടർച്ചയായി എത്രത്തോളം നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റിയിൽ പോകാൻ പറ്റും അത്രത്തോളം കറക്റ്റായിട്ട് തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. സോ ഈ ഒരു ടൈം ടേബിൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു നല്ലൊരു ടൈം ടേബിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ